വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ലെന. ഇറ്റ്സ് മീ അലൻ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ തന്നെ ന്യൂ വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകാൻ പോകുന്നത് പാടത്തേക്ക്. യെസ്, ഞങ്ങളിവിടുത്തെ പാടൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഇവിടുത്തെ പാടും കാര്യങ്ങളൊക്കെ ഒന്ന് കാട്ടിത്തരാമെന്ന് പ്രതീക്ഷിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക, ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഈ വീഡിയോ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് പാടത്തേക്ക് പോകാൻ പോകുമ്പോൾ എന്താണ് നല്ല വെയിലാണ്, കട്ട വെയിലാണ്. ഒരു ടൈം എന്ന് വെച്ചാൽ ഞാൻ 26 ആയി. 10 o'clock എനിക്ക് ക്ലാസ് ഉള്ളതാണ്. ബട്ട് ഞങ്ങൾ 8:59 ഇവിടുന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചതാണ്. എന്ത് ചെയ്യാനാണ്, കുറച്ച് ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഇതായപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ടൈം പോയി, അങ്ങനെ സ്പെൻഡായി. ഞാൻ 26 എത്തി. പിന്നെ ക്ലാസ് ഉണ്ട്, അപ്പോഴാണ് ഓർത്ത് ക്ലാസ് ഉണ്ടല്ലോ എന്ന്. ഏതായാലും നമുക്ക് അതൊക്കെ ലാഗ് അടിപ്പിക്കാതെ അങ്ങ് വീഡിയോയിലേക്ക് പോകാം. പോവാണ്. എന്താ അവന് ട്രൈപോഡൊക്കെ പിടിച്ചിട്ടുണ്ട്, കൂടെ ഉമ്മ ഉണ്ട്, ഉമ്മ ബാക്കിൽ ഇരുന്നുണ്ട്. ഏതായാലും നമുക്ക് പോകാം. ഇവിടെ നിന്നാണ് നമ്മുടെ പാടം സ്റ്റാർട്ടിങ് പോയിന്റ്. അടിപൊളി വ്യൂ ആട്ടോ ഇവിടുന്ന് നോക്കിയാൽ. ഇനി ഞാൻ ഇവിടുത്തെ പുഴ കാണിച്ചു തരാം. ഇവിടുത്തെ പുഴ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഇപ്പോൾ വെള്ളം ജസ്റ്റ് ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുള്ളൂ. കണ്ടോ, ഇതിൻ്റെ ഒറിജിനൽ വ്യൂ ഞാൻ കാണിച്ചു തരാം. എന്നെ കാണുന്നുണ്ടോ? അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒറിജിനൽ വ്യൂ കാണിച്ചു തരാം. ഞാൻ ഇതിൻ്റെ ഫുൾ വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ അങ്ങനെ അടിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ ഈ സ്റ്റെപ്പ് വഴി ഇറങ്ങിയിട്ട് അടിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് നമ്മുടെ ബ്രദർ ഉണ്ട്, കുറച്ച് പേരുണ്ട് കേട്ടോ. എന്നാലും ഞങ്ങൾ സേഫ്റ്റിയിലൊക്കെയാണ്. ഈ സൈഡ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ച് സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് അവിടെ വെള്ളമുണ്ട്, അടിപൊളി നാച്ചുറൽ വെള്ളമാണ്. ഇതാണ്ടുള്ളൂ ഇവിടുത്തെ വ്യൂ. നല്ല വ്യൂ ഇല്ല കാണാൻ. ഗൈസ്, നമ്മുടെ ബ്രദർ ഇത് അവിടെ പോയി നിൽക്കുന്നുണ്ട്. ഓ മൈ ഗോഡ്, യെസ്, എന്തോ ഒരു ഭംഗിയാണ് ഗൈസ് ഇവിടെ കാണാന്. നമ്മുടെ വള്ളത്തിന്റെ ഒരു സൈഡിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഞാൻ ഇതിന്റെ കറക്റ്റ് വ്യൂ കാണിച്ചു തരാം. ഞങ്ങളുടെ കോടൂർ എന്നൊരു അടിപൊളി പ്ലേസ് ആണ്. ഐ ലവ് അവർ പ്ലേസ്. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ടൊക്കെ വരാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അറപ്പക്കൽ വാട്ടർഫോൾ നടച്ചൊക്കെ തന്നെ കിട്ടും. അടിപൊളി വ്യൂ കാര്യങ്ങളുള്ളതാണ്. പിന്നെ ഈ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ അടിപൊളി വ്യൂ ആയിരിക്കും ഇവിടുന്ന്. ഏതായാലും ഞാൻ ഇവിടുത്തെ ഫുൾ വ്യൂ കാണിച്ചു തരാം. കണ്ടോ, അവിടെ ഒരു ചാട്ടം, വെള്ളച്ചാട്ടം. തിരിച്ചു പോവാണ്. പിന്നെ എന്താ പറയുക, കൂടുതൽ നേരം ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ലല്ലോ, വെള്ളം കാണണില്ല. പിന്നെ പേരൻസ് കൂടെ ഉണ്ട്, അപ്പം അതിൻ്റെ വിഷമമില്ല. അപ്പം ഏതായാലും പോവാം. നമ്മുടെ ബ്രദർ ഇവിടെ കളിച്ച് നിൽക്കുകയാണ്. അവൻ പറയുന്നത് ഇവിടെ മീനൊക്കെ ഉണ്ട് എന്നാണ്. ഏതായാലും നമുക്ക് ഇവിടുത്തെ വ്യൂ കണ്ടല്ലോ. പിന്നെ ഇവിടെ എപ്പോഴും കൊക്കും കാര്യങ്ങളൊക്കെ വരലുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഗൂഗിൾ വഴി അടിച്ചു നോക്കിയാൽ കിട്ടും അറപ്പക്കൽ വാട്ടർഫാൾ എന്ന്. അപ്പം നിങ്ങൾക്ക് കാണാം. പിന്നെ മഴക്കാലത്തൊക്കെ വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. നമുക്കിനി നമ്മൾ പാടത്തേക്ക് പോകാം. ഇവിടെ ഞങ്ങൾക്ക് ഈ പുഴയുടെ അടുത്ത് തന്നെ തണലായിട്ട് ഒരു മാവ് ഉണ്ട്, കാണുന്നുണ്ടോ? ഒരു മാവുണ്ട്. ഇനി ഇവിടുത്തെ ഇതാ കണ്ടോ, ഇവിടെ 2 സൈഡിലായിട്ടാണ് നമ്മുടെ പുഴ വരുന്നത്. ഒന്ന് ഈ സൈഡും ഒന്ന് ഈ സൈഡും ആണ്. അടിപൊളി വ്യൂ ആണ്. ഇനി ഇവിടുത്തെ പാടങ്ങൾ കാണിച്ചു തരാം. കാണുന്നുണ്ടോ? ഞാൻ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ കാണിച്ചു തരാം. നമ്മുടെ മുത്തായ പാടം, നല്ല വ്യൂ ഇല്ല കാണാൻ. കർഷകരെ ഒരു പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നാട് തന്നെയാണ് ഞങ്ങളെ കോടൂർ എന്ന് വെച്ചാൽ. ആ സൈഡൊക്കെ നോക്കി എന്തൊരു ഭംഗിയുണ്ടല്ലേ കാണാൻ. അത്യാവശ്യത്തിന് ഞാൻ ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ ഇതിന് കുഴങ്ങി കിട്ടോ. എന്താ പറയുക, കാർഷികരെ അത്രയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നാടാണ് ഞങ്ങളുടെ വെസ്റ്റ് കോടൂർ എന്ന് വെച്ചാൽ. നിങ്ങളിപ്പോൾ കാണുന്നത് നമുക്കറിയാവുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ പേര് ഞാൻ പറയണോ? അതേ നമ്മുടെ സ്വന്തം പോളയാണ്. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ എന്താ പറയുക, ഒരു പ്രത്യേക വ്യൂ ആണ്. ഇപ്പോൾ നമ്മളുടെ വീട് ടൗൺ അങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ നമുക്ക്
അവരുടെ ഫ്ലാറ്റ്സും കാര്യങ്ങളൊക്കെ കാണാം. എന്നാൽ ഒരു ഗ്രാമം പോലെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ്. നാടിന് ആളുകൾ ഒരു പേരിട്ടിട്ടുണ്ട്. പല പേരിൽ ഞങ്ങളെ കോടൂർ അറിയപ്പെടുന്നുണ്ട്. ഞങ്ങളുടെ കോടൂർ വെസ്റ്റ് കോടൂരാണ്. ഈസ്റ്റ് കോടൂർ ഇവിടെ അപ്പുറത്ത് വരുന്നുണ്ട്. ഞങ്ങൾ കോടൂരിനെ കുമ്പളങ്ങ കോടൂർ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഇവിടെ കർഷകരുടെ ഒരു നാടാണ് സത്യം പറഞ്ഞാൽ. അതുപോലെ തന്നെ നല്ലൊരു കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഇവിടെ. കണ്ടോ, നല്ല വ്യൂ ആണ്. ആളുകൾക്കൊക്കെ വരാൻ പറ്റിയ ഒരു സ്ഥലവും പാടിയാണ് കേട്ടോ. കുട്ടികൾക്കൊരു കൂട്ടായ്മയായ ഇവിടെ പന്തലൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി സെറ്റപ്പാണ്. അപ്പോൾ ഇവിടെ നിങ്ങളും ഒന്ന് വന്നിട്ട് ഇവിടുത്തെ നാച്ചുറൽ എന്താ പറയുക, നിങ്ങളൊക്കെ നല്ലതുപോലെ ഇവിടെ എന്താ പറയുക ഒരു ഫുള്ള് ഒരു ഫാമിങ് കാര്യങ്ങളാണ്. കൃഷികളോടും ഈ നാച്ചുറൽ എന്താ പറയുക ഗ്രീൻ പ്ലാന്റ്സിനോടൊക്കെ ഇഷ്ടമുള്ളവർക്ക് വരാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്ലേസാണ് വെസ്റ്റ് കോടൂർ എന്ന് ഞാൻ എൻ്റെ സ്വന്തം മനസ്സിൽ തട്ടി. അല്ല, ഈ ലോകം മൊത്തം വിളിച്ച് പറയും. അത്രയ്ക്ക് നല്ല വ്യൂ ഉള്ള സ്ഥലം മറ്റൊന്നുമില്ല. നമ്മുടെ നാടിൻ കാട്ടി മറ്റെന്താ ഉള്ളല്ലേ. അതുപോലെ തന്നെ ഇവിടുത്തെ വ്യൂ നോക്കിയേ, ഇങ്ങനെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നല്ല അടിപൊളി വ്യൂ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ പാടത്ത് കൃഷി ചെയ്യുന്നതും ട്രാക്ടർ കൂട്ടുന്നതും എല്ലാം ഇവിടുത്തെ ആളുകൾ തന്നെ വന്ന് കാണാറൊക്കെ ഉണ്ട്, പതിവാണ്. ഓസം വ്യൂ ആണ് കേട്ടോ ഇവിടെ. ഇത്രയേ ഉള്ളൂ കേട്ടോ വീട്. പിന്നെ മുഴുവനായിട്ടൊന്നും കാണിച്ചു തന്നിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇനി ഇതിൻ്റെ വേറൊരു പാർട്ട് വേണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പിന്നെ നാച്ചുറലായിട്ട്, അതായത് നമ്മുടെ ഗ്രീൻ തിങ്സ്, അതായത് നമ്മളുടെ പ്ലാന്റ്സിനെയും എല്ലാം സ്നേഹിക്കുന്നവർക്ക് വരാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് വെസ്റ്റ് കോടൂർ എന്നുള്ള ഞങ്ങളുടെ ഈ പ്രദേശം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.